Hey guys, welcome back. ഞാനിപ്പോൾ ഉള്ളത് മുജീബ് റയർ പിസ്റ്റൺ ഗ്യാരേജിലാണ്. അപ്പോൾ ഇവിടെ പുതിയ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ആ ഒരു കളക്ഷൻസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഈ വണ്ടീൻ്റെ ഡീറ്റെയിൽസും വന്ന് നമുക്ക് മുജീബ് തുടങ്ങാം. പാലക്കാട് രജിസ്ട്രേഷൻ KL9 വണ്ടിയാണ്. RX100 ആണ്. 94 മോഡൽ വണ്ടിയാണ്. 2027 ലാസ്റ്റ് വരെ പേപ്പർ നവംബറിൽ റിന്യൂവൽ എടുത്ത വണ്ടിയാണ്. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. സിലിണ്ടർ കാര്യങ്ങളൊക്കെ നല്ല സിലിണ്ടറാണ്. നല്ല പവറുള്ള വണ്ടിയാണ്. നമുക്ക് 100ൽ കുറച്ച് പവർ വേണമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് പറ്റിയ വണ്ടിയാണ്. ജപ്പാൻ കാർബറേറ്ററോ അങ്ങനത്തെ ഒന്നുമില്ല, ഇന്ത്യൻ കാർബറേറ്ററാണ്. 5 കൊല്ലത്തെ പേപ്പറുണ്ട്. 2027 ലാസ്റ്റ് വരെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പവർ നല്ല പവറുണ്ട്. ഞാൻ കുറച്ച് ദൂരത്ത് നിന്ന് എടുത്ത് ഓടിച്ചുകൊണ്ടെന്നാണ്. അത്യാവശ്യം ഇഞ്ചൻ സൈഡ് പെയിൻറ്റിങ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഞാൻ ക്ലിയർ ചെയ്തിന്. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റാക്കിയാണ്. അത്യാവശ്യം വൃത്തിയുണ്ട്, നല്ല വൃത്തിയുണ്ട്, നല്ല വണ്ടിയാണ്. ഇഞ്ചൻ ചേസ് പെയിൻറ്റിങ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്തതാണ്. അതേപോലെ ഇഞ്ചൻ പിസ്റ്റൺ വർക്കൊക്കെ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ആ സൈഡൊന്നും ഇപ്പോൾ അടുത്ത് നോക്കേണ്ടി വരില്ല. അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റും. പേപ്പർ കാര്യങ്ങളൊക്കെ മാറി തരും. വേറെ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം വാലിഡ്. പേപ്പർ സൈഡ് എല്ലാം വാലിഡാണ്. ഇഞ്ചൻ സൈഡ് പക്കയാണ്. വൃത്തി നിങ്ങൾക്ക് കാണാനുള്ള വൃത്തിയുണ്ട്, കാര്യങ്ങൾ ഓക്കെയാണ്. റേറ്റ് ഏകദേശം അത്യാവശ്യം റേറ്റ് വരും. 100-ന് പൊതുവേ 100-നെ കാട്ടി ഒരു 1000 രൂപ കൂടുതൽ. നമ്മൾ 65 റേഞ്ചിലൊക്കെ കൊടുക്കൽ വണ്ടി. അതിനെക്കാട്ടി കുറച്ചും കൂടി കൂടുതലുണ്ട്. പേപ്പറും ഇഞ്ചനും കാര്യങ്ങളൊക്കെ വർക്ക് കഴിഞ്ഞ വണ്ടിയാണ്. മുജിക്ക, നിങ്ങൾ സ്കൂട്ടറുകളുടെ കളക്ഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അത് ഇടയ്ക്കുണ്ടാവും. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇല്ലേ നമ്മുടെ അടുത്ത്. ഇത് റിന്യൂവൽ തെറ്റി കിടക്കുന്ന വണ്ടിയാണ്. ടാക്സ് വാലിഡാണ്. KL10 ആണ്. 89 മോഡലാണ്. റിന്യൂവൽ എടുക്കണം, വർക്ക് എടുക്കണം. കുറച്ച് ബജറ്റ് കുറഞ്ഞ വണ്ടിയാണ്. ആരെങ്കിലും അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ വർക്ക് എടുക്കണം എന്ന് മൈൻഡ് എടുത്തിന്. പക്ഷേ ഇപ്പോൾ തിരക്കാണ്. ഇപ്പം വർക്ക് എടുക്കൽ നടക്കില്ല. അപ്പം കുറേ ആൾക്കാർ വിളിക്കലുണ്ട്. വണ്ടി ഉണ്ടാവില്ല. ഇപ്പം വണ്ടി ഉണ്ട്. ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വിളിക്കുക. 89 മോഡൽ പഴയ ടൈപ്പ് വണ്ടിയാണ്. 3 ഗിയർ വരുന്ന അത്യാവശ്യം നല്ല വണ്ടിയാണ്. സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇഞ്ചൻ സൈഡ് പക്കയാണ്. ഇഞ്ചൻ സൈഡ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇഞ്ചൻ സൈഡ് ക്ലിയർ ആണ്. ബാക്കിയിൽ വേറെ ജനറൽ വർക്കുകളുണ്ട്. ഒന്ന് പെയിൻറ്റൊക്കെ ഒരു ആവറേജ് ഉള്ളൂ. കൊണ്ടുനടക്കാൻ പറ്റിയ കണ്ടീഷനാണ്. പക്ഷേ ഒന്ന് സർവീസ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. ബ്രേക്ക് ലിവർ ഇല്ല, ഒന്ന് വീൽ ബെയറിങ് കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. പക്ഷേ ഇഞ്ചൻ സൈഡ് പക്കയാണ്. അപ്പോൾ ഇവിടെ അടുത്ത വണ്ടികൾ വരുന്ന ഇതാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചോദിക്കാം. അടുത്ത വണ്ടി നമ്മൾ RX100 ആണ്. 86 മോഡൽ വണ്ടിയാണ്. ചെയ്ത വണ്ടിയാണ്. നല്ല ഹൈറ്റൊക്കെ ഉണ്ടല്ലോ. ഹൈറ്റൊക്കെ ചെയ്ത. ഫ്രണ്ട് ഹൈറ്റ് ഉണ്ട്. ബാക്ക് ഫിനിക്സിൻ്റെ ഷോക്ക് കയറ്റിന്. ലോങ് കാരിയർ ഉണ്ട്. ബാർ ഹാൻഡിലുണ്ട്. അത്യാവശ്യം നല്ല ബാക്കും ഫ്രണ്ടും നമ്മളെ നല്ല മോട്ടോക്രോസ് ടൈപ്പ് ടയറാണ്. ബാക്കിലും മോട്ടോക്രോസ് തന്നെയാണ്. SD ഹെഡ്ലൈറ്റ് ചെയ്തിന്. അതേപോലെ ജപ്പാൻ കാർബറേറ്ററാണ്. 86 മോഡൽ തന്നെ ജപ്പാൻ കാർബറേറ്റർ. അത്യാവശ്യം പവർ കാര്യങ്ങളൊക്കെ സെറ്റുള്ള നല്ല വണ്ടിയാണ്. പിന്നെ 2024 വരെ റിന്യൂവലുണ്ട്. നല്ല വണ്ടിയാണ്. 86 മോഡൽ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ട് കുറേ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് പറ്റിയ വണ്ടിയാണ്. 86 ആണ്. അടുത്ത 135 ആണ്. ഇത് 97 മോഡൽ 135 ആണ്. ജപ്പാൻ കാർബറേറ്റർ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ല വണ്ടി. എഞ്ചിൻ സൈഡ് പക്കയാണ്. പവർ കാര്യങ്ങളൊക്കെ സെറ്റാണ്. നല്ല വണ്ടിയാണ്. 26 വരെ പേപ്പറുണ്ട്. 135 ആവശ്യക്കാർ നോക്കിയിട്ട് വിളിക്കുക. എഞ്ചിൻ സൈഡ് കാര്യങ്ങൾ ലോങ് കാരിയർ ബൈ ഹാൻഡിൽ കാര്യങ്ങളൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്ത വണ്ടിയാണ് കേട്ടോ. ആരെ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. അടുത്ത വണ്ടി നമുക്ക് അതർ സ്റ്റേറ്റ് ആണ്. രാജസ്ഥാൻ വണ്ടിയാണ്. 98 മോഡലാണ്. പേപ്പർ അപ്ഡേഷനിലാണ്. ഇപ്പോൾ പെട്ടെന്ന് സെയിൽ ചെയ്യാനുള്ളതല്ല. നമുക്ക് പേപ്പർ അപ്ഡേറ്റ് ആയി കഴിഞ്ഞിട്ട് കൊടുക്കുന്ന രീതിയിലാണ്. വണ്ടി അവിടെ കാണിച്ച് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ്. 98 മോഡൽ 135 അവിടുത്തെ രീതിയിലുള്ള വണ്ടി കേട്ടോ. അവിടുത്തെ രീതിയിൽ എങ്ങനെ ഉണ്ടാവുക അതേപോലെ നമ്മളൊന്നും അവിടുന്ന് കൊണ്ടുവന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇഞ്ചൻ സൈഡ് കാര്യങ്ങൾ ചെറിയൊരു നോക്കിങ് ഉണ്ട്. അതൊക്കെ നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കുക. എങ്ങനെയാ വെച്ചാൽ സെറ്റാക്കി കൊടുക്കാനുള്ള രീതിയിലുള്ള വണ്ടിയാണ്. അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക. നോക്കിയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം. പുതിയ റിന്യൂവൽ ഉണ്ടാവും. 2027 ലാസ്റ്റ് വരെയുള്ള പേപ്പർ 5 കൊല്ലം ഫുൾ പിറ്റ് പേപ്പർ ഉണ്ടാവും. ഇൻഷുറൻസ് ഉണ്ടാവും. കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അടുത്ത വണ്ടി RX100 ആണിത്. കേരള വണ്ടി KL13B നമ്പറുള്ള വണ്ടിയാണ്. RX100 ആണ്. 135 കൺവേർട്ട് ചെയ്താണ്. ഫുള്ളി മെയ്ഡ് ഇൻ ജപ്പാൻ കാർബറേറ്റർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫുള്ളി ടാങ്ക് സിലിണ്ടർ കാര്യങ്ങളൊക്കെ 135 കൺവേർട്ട് ചെയ്താണ്. പുതിയ പേപ്പറാണ്. 2026 വരെ പേപ്പറുണ്ട്. വണ്ടി അത്യാവശ്യം കുറച്ച് ഹൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കിയ വണ്ടിയാണ്. നോക്കിയും കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. ഷോഗൻ്റെ ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ ചെയ്തിന്. ഹെഡ്ലൈറ്റ് ഗ്രില്ലുള്ള ടൈപ്പാണ്. ഹാൻഡിൽ ബാർ ഹാൻഡിലാണ്. ലോങ് കാരിയർ ഉണ്ട്. അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയറാണ്. ഫിനിക്സിൻ്റെ ഷോക്ക് ഹൈറ്റ് ഫ്രണ്ടും ബാക്കും ഹൈറ്റ് ചെയ്തിന് കേട്ടോ. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിന്യൂവൽ 2026 വരെ ഉണ്ട്. ഇപ്പോൾ കുറച്ച് മുമ്പ് റിന്യൂവൽ കാര്യങ്ങൾ എടുത്തതാണ്. മഡ്ഗാർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി ഒമേഷന് നല്ല മഡ്ഗാർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതാണ്. ടയർ കാര്യങ്ങളൊക്കെ ആവറേജാണ്, കുഴപ്പമൊന്നുമില്ല. അടുത്ത വണ്ടി ഇമ്പൾസാണ്. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പണിതൊരു വണ്ടിയാണ്. നമ്മൾ മുമ്പ് ഒരു കസ്റ്റമറിന് കൊടുത്ത വണ്ടിയാണ്. ഫുള്ളി മീറ്റർ കാര്യങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്. സീറ്റിൻ്റെ മുകളിൽ സീറ്റ് കവർ ചെറിയൊരു ഡാമേജ് ഉണ്ട്. അത് അടിക്കാണ്ട്. ടയർ കാര്യങ്ങൾ റിമ്മ് കാര്യങ്ങളൊക്കെ മാറിയാണ്. മീറ്റർ പുതിയതാണ്. ഫ്രണ്ട് ലീഫർ പുതിയതാണ്. പെയിൻറ്റിങ് അത്യാവശ്യം നല്ല പെയിൻറ്റിംഗ് ആണ്. ഇൻഡസിൻ്റെ കാർബറേറ്റർ ഉണ്ട്. KL11 രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. അപ്പം KL വണ്ടിയാണ്.
അത്യാവശ്യം റേറ്റുള്ള വണ്ടിയാണ്. ആവശ്യക്കാർ വിളിക്കുക. അത് ഈ വണ്ടി വിറ്റ് കഴിഞ്ഞിട്ടും കുറേ ആൾക്കാർ വിളിച്ചിന്. അങ്ങനെ ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ വിളിച്ചു വിളിട്ട് വണ്ടി ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്, കുറേ സമയത്തിന് ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിക്കാം. ഇമ്പൾസിൻ്റെ മിറർ കിട്ടാനില്ല, അപ്പോൾ അതൊക്കെ മിററും ഹാൻഡ് ഗാർഡൊക്കെ അതിൻ്റെ ഇമ്പൾസിന് തന്നെ സെറ്റ് ചെയ്താണ്. ഈ വണ്ടിൻ്റെ കൂടുതൽ നമ്മൾ സ്റ്റെൻഡറിൻ്റെ വൈസർ തരും. എൻ്റെ വണ്ടി എൻ്റെ പേഴ്സണൽ വണ്ടിയിൽ വെച്ചാണ്, അത് വൈസറും കൂടി ഉണ്ടാവും കേട്ടോ. നമ്മൾ ഫിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൂ. ടയർ കാര്യങ്ങൾ രണ്ടും നല്ല ടയറാട്ടോ, പുതിയ ടയറാണ്, കൂടുതൽ ഓടിയിട്ടില്ല ടയർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പെയിൻറ്റിങ് പുതിയ പെയിൻറ്റിങ്ങാണ്. വണ്ടി പുതുതായിട്ട് പണിത് എങ്ങനെ ഇറക്കണം അതേപോലെയാണ് ഷോറൂം. നിങ്ങളിപ്പം ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അത്യാവശ്യം നല്ല നീറ്റുണ്ട് വണ്ടി. വണ്ടിയുടെ മുകളിൽ വൃത്തികേട് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. NSൻ്റെ നമ്മൾ എക്സ്ട്രാ ചെയ്ത് അങ്ങനെ ഒരു ഇമ്പൾസ് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ അതിനെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതൊരു മൊത്തം ഒരു ഇമ്പൾസ് പുതിയതാണ്. അതുകൊണ്ട് ടയർ, റിമ്മ്, പെയിൻറ്റിങ് മൊത്തം ചെയ്തിന്. അതേപോലെ കുറേ നെറ്റ് ബോൾട്ട് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിക്ലിങ് ചെയ്ത് പാർട്സ് ഉണ്ട്, കുറേ നിക്കിൾ ചെയ്തിന്, പെഡല് അങ്ങനത്തെ കുറേ സാധനങ്ങൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. നോർമൽ ഇമ്പൾസ് കമ്പനി വരാത്തതിനെക്കാട്ടി എക്സ്ട്രാ ചെയ്തിന്. NSൻ്റെ കാർബേറ്റർ എക്സ്ട്രാ കയറ്റിന് നമ്മൾ. പിന്നെ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഇതിൽ ജസ്റ്റ് എടുക്കുന്ന ആൾ താല്പര്യത്തിന് എന്തെങ്കിലും ചെറിയ രീതിയിൽ ഹാൻഡിൽ മാറണമെങ്കിൽ മാറാം, അത് നമ്മൾ മാറ്റി കൊടുക്കുന്നതാണ്. പക്ഷേ ആവശ്യം വരുന്നില്ല. ആരും എടുക്കാൻ വരുന്ന ഓരോ ആൾക്കാരുടെ മൈൻഡ് ഓരോ ടൈപ്പാണുള്ളത്. ഞാൻ ഇപ്പോൾ ഷോർട്ട് ബാർ ഇട്ട് കൊണ്ടുനടക്കുന്നുണ്ട്, നിഷാദ് നോർമൽ സ്റ്റോക്ക് ഹാൻഡിൽ കൊണ്ടുനടക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് ഓരോ ആൾക്കാരുടെ മൈൻഡ്. ഇപ്പം വേറെ എക്സ്ട്രാ ക്രാഷ് ഗാർഡോ കാര്യങ്ങളോ ഒന്നും നമുക്കൊന്നും ചെയ്യാനില്ല. കമ്പനി ഫുൾ ഫിറ്റ് വണ്ടിയാണ്, ഷോറൂം വണ്ടി. ഇത് അടുത്ത വണ്ടി നമ്മൾ RX 135 2004 മോഡലാണ്. ക്രക്സ് ടൈപ്പ് മീറ്റർ വരുന്ന, മീറ്റർ മാറിയാണ്. ബാക്കിയുള്ള സാധനങ്ങൾ കവർ കാര്യങ്ങളൊക്കെ 2004 ക്യാറ്റ് സൈലൻസർ ഇതിന് മുകളിൽ മിനി ക്യാറ്റാണ് വരിക. ഇതിൻ്റെ മുകളിൽ ക്യാറ്റ് സൈലൻസർ ഉണ്ട്, ക്യാറ്റ് ചെയ്തിട്ട്. ബാക്കി പെയിൻറ്റിങ് കാര്യങ്ങൾ അത്യാവശ്യം നീറ്റാണ്, നല്ല വണ്ടിയാണ്. അത്യാവശ്യം പൈസ വരുന്ന വണ്ടിയാണ്, അത്യാവശ്യം റേറ്റ് വരുന്ന വണ്ടിയാണ്. നമുക്ക് 5 സ്പീഡിനോട് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് വണ്ടിയാണ്. കാഴ്ചയിൽ ഫുൾ 5 സ്പീഡ് തന്നെയാണ്. ഈ വണ്ടി ഏകദേശം ഒരാൾ അഡ്വാൻസ് തന്നിട്ടുണ്ട്, വണ്ടി കൊണ്ടുപോയിട്ടില്ല എന്നുള്ളൂ. അപ്പം നോക്കാം, ഞാൻ ജസ്റ്റ് വണ്ടി നല്ല വണ്ടിയായതുകൊണ്ട് കാണിച്ചെന്നുള്ളൂ വീഡിയോയിൽ നമ്മൾ. അടുത്ത വണ്ടി ഒരു 98 മോഡൽ RX 135. അത്യാവശ്യം ഹൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോർമൽ സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടിയാണ്. വലിയ വൃത്തികേടില്ല, നല്ലതാണെങ്കിൽ സൂപ്പർ വൃത്തിയുമില്ല, അങ്ങനത്തെ ഒരു വണ്ടിയാണ്. മഡ്ഗാർഡ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ റെസ്റ്റ് ഉണ്ട്, അതൊക്കെ നമ്മൾ ക്ലിയർ. മഡ്ഗാർഡ് ഫ്രണ്ടിലത്തെ മഡ്ഗാർഡും അതേപോലെ ബാക്കിലത്തെ റിമ്മ് കാര്യങ്ങളൊക്കെ കുറച്ച് റെസ്റ്റ്, സൈലൻസർ കുറച്ച് ഡെൻ്റ് ഉണ്ട്, അങ്ങനത്തെ ഉണ്ട്. ബാക്കി ടാങ്ക് സൈഡൊക്കെ വൃത്തിയുണ്ട്, ലോങ് കാരിയർ, ഹാൻഡിൽ ആ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ബാക്കി 35 ആണ്. പേപ്പർ പുതിയ പേപ്പർ ഉണ്ടാവും, അപ്ഡേഷനിലാണ് പേപ്പർ. ഇത് പെട്ടെന്ന് കൊടുക്കാനുള്ള വണ്ടിയല്ല, കുറച്ച് ടൈം എടുക്കും നമുക്ക് കൊടുക്കാൻ. പേപ്പർ അപ്ഡേറ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുള്ളൂ. അടുത്ത വണ്ടി RX 135 ആണ്. 5 സ്പീഡിൻ്റെ ഗ്രാഫിക്സ് ഇതാണ്. ടാങ്കിൻ്റെ സൈഡ് ചെറിയ ഡാമേജ് ആയിട്ട് നമ്മൾ ഡെൻ്റൊക്കെ നിർത്തിയാണ്, ഒന്ന് ടച്ച് ചെയ്യാനുള്ള ബാക്കി കാര്യങ്ങളുണ്ട്. സീറ്റ് കാര്യങ്ങൾ മാറാനുള്ളതാണ്. 97 മോഡൽ 135 ആണ്. എൻജിൻ സൈഡ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ഓടിക്കാൻ സ്മൂത്ത്, നല്ല വണ്ടി. അവിടെ കൊണ്ടുനടന്ന് രീതിയിൽ തന്നെ വന്ന് അതേപോലത്തെ ഒരു വണ്ടി. വേറെ ഒന്നും കാര്യമായിട്ടുള്ള അങ്ങനെ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തില്ല, പക്ഷേ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഡെയിലി യൂസിന് ഇപ്പോൾ ആരെങ്കിലും എടുത്ത് കൊണ്ടുനടക്കണമെന്നുണ്ടെങ്കിൽ കൊണ്ടുനടക്കാം. വേറെ എക്സ്ട്രാ ചെയ്യേണ്ട ആവശ്യങ്ങളിപ്പോൾ അർജൻറ്റായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എടുത്ത് ഒന്ന് വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ചെയ്താൽ വണ്ടി കൊണ്ടുനടക്കാൻ പറ്റിയുള്ള സെറ്റ് വണ്ടിയാണ്. അടുത്ത വണ്ടി ഷോഗൺ. സ്റ്റോക്ക് പെയിൻറ്റിങ് കാര്യങ്ങൾ സ്റ്റോക്കാണ്, വേറെ മോഡിഫിക്കേഷൻ വലിയ മോഡിഫിക്കേഷൻ ഒന്നുമില്ല. ഫ്രണ്ടും ബാക്കും ഹൈറ്റ് ചെയ്തിന്, ഡിസ്ക് ചെയ്തിന്, രണ്ട് മോട്ടോഡി ടയറാണ്. റിമ്മ് കാര്യങ്ങളൊക്കെ പുതിയതാണ്. ചേസൊക്കെ ഇതിൻ്റെ പൗഡർ കോട്ട് ചെയ്താണ്, ഞാൻ വാങ്ങിയിട്ട് പറഞ്ഞാണ്. കാർബേറ്റർ കാര്യങ്ങളൊക്കെ ഒറിജിനലാണ്, മീറ്റർ കാര്യങ്ങളൊക്കെ ഒറിജിനലാണ്. നല്ല ഷേപ്പുള്ള വണ്ടിയാണ്. ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ നല്ല ഷേപ്പ് ഹൈറ്റ് ചെയ്തിന്. നമുക്ക് എന്താ പറയുക, ഒരു ഫീൽ കിട്ടുന്ന വണ്ടിയാണ് ഷോഗൺ. അതുകൊണ്ട് ഈ സ്റ്റോക്ക്, ഈ കളർ നല്ല കളറാണ്. നല്ല രീതിയിൽ നമുക്കൊരു അട്രാക്ഷൻ കിട്ടുന്ന ഒരു വണ്ടി, നല്ല രീതിയിൽ പണിയെടുത്ത വണ്ടിയും കൂടിയാണ് ഷോഗൺ. നല്ല വണ്ടി ഷോഗൺ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. അതുകൊണ്ട് എടുത്താൽ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ഇത് പിന്നെ വണ്ടി പക്കാ ഫിറ്റാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പിസ്റ്റൻ്റെ നോക്കിങ് ഉണ്ട്, അത് നമ്മൾ പറയും. അത് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ബോർ ചെയ്തിട്ട് കൊടുക്കും. നമ്മളൊരു കാഴ്ചപ്പാടിൽ ഇപ്പം ബുദ്ധിമുട്ടില്ല, കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടില്ല. നമുക്ക് എന്തായാലും പാർട്ടി എടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ആ പിസ്റ്റൻ ബോറിങ്ങിൻ്റെ പൈസ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഫ്യൂച്ചറിൽ അത് ചെയ്താൽ മതി, ഇപ്പം തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ബോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോർ ചെയ്തിട്ട് കൊടുക്കും. യെസ്, യൂണിക്കോണിൻ്റെ ഡിസ്ക്കാണ്. ടയറും സെറ്റാണ്, ടയർ കാര്യങ്ങളെല്ലാം സെറ്റാണ്. Cal 7 ഷോഗൺ, ഒറിജിനൽ ഷോഗൺ ആണ് കേട്ടോ. കൺവേർട്ടോ കാര്യങ്ങളോ സാമുറായി ഒന്നുമില്ല. നമ്മൾ സാമുറായി പൊതുവേ ചെയ്യില്ല. എന്തുകൊണ്ട് എല്ലാവരും ഇപ്പം ഷോഗൺ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ നമ്മളോട് കോൺടാക്ട് ചെയ്യൽ. അപ്പോൾ ഷോഗൺ തന്നെ നമുക്കും താല്പര്യമില്ല. സുസുക്കി സീരീസിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു വണ്ടി ഷോഗണാണ്. പിന്നെ ആയാബൂസ്യം അത്രയേ ഉള്ളൂ. ഇത് രാജസ്ഥാൻ വണ്ടിയാണ്. ഇത് ഫുള്ള് നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച് കൊടുത്തതാണ്. നല്ല നീറ്റാണ്, നല്ല നീറ്റിൽ വർക്ക് എടുത്താണ്. അതേപോലെ ഇത് നോർമൽ 100 പണീനെ പോലെ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റേറ്റിലുള്ള വണ്ടിയല്ല. ഇത് വാങ്ങിയ ആൾ ഇതാക്കണം, ഓൻ അത്യാവശ്യം നല്ല രീതിയിൽ വേണം. ഒരു പ്രാവശ്യം ഞാൻ പണിയുള്ളൂ,
എത്ര ക്യാഷ് ആയാലും കുഴപ്പമില്ല എന്ന രീതി പറഞ്ഞപ്പോൾ നമ്മൾ ടൈം എടുത്ത് നമ്മൾ പണിത് കൊടുത്തതാണ്. ഇതിൻ്റെ മുകളിൽ ഡിസ്ക് ആയാലും വണ്ടി നമ്മൾ വർക്കിന് കൊടുക്കണ മുമ്പേ ഫസ്റ്റ് നോക്കിയ കാര്യം ആരും നോക്കുക, ചേസ് നല്ലതാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ പണി തുടങ്ങുന്നത്. ചേസും ഇഞ്ചിനും മാത്രം വെച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ മാറിയാണ് നമ്മൾ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മളിത് ചെയ്യണത്. ഇത് മോഡൽ കൂടിയ 95 മോഡലാണ്. പിന്നെ നമ്മൾ കാർബറേറ്ററും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് വാങ്ങിയിടുക. അതിൻ്റെ മുകളിൽ ജപ്പാൻ കാർബറേറ്ററാണ്, 6 വോൾട്ട് സൈലൻസറാണ്. അതൊന്നും ആ മോഡലിൽ വന്നിട്ടില്ല. പിന്നെ എടുത്ത ആൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ട്, എനിക്ക് അങ്ങനെ എങ്ങനെ ആയാലും സാറില്ല, എനിക്കിത് സാധനം ഉദ്ദേശിച്ച രീതിയിലാവണമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്താണ്. പിന്നെ ഇതിൻ്റെ പൈസൻ്റെ കാര്യം പറയുന്നില്ല, അതുകൊണ്ട് RX100 മാർക്കറ്റിനെക്കാട്ടും പൈസയ്ക്ക് നമ്മളിത് പണിത് കൊടുത്താണ്. റയർ പിസ്റ്റൺ ഗ്യാരേജിൻ്റെ ഇപ്പോഴത്തെ സ്റ്റോക്കാണ് ഇത്. വീഡിയോ കാണുമ്പോൾ എല്ലാവരും വിളിക്കുമ്പോൾ ആ വണ്ടി ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആർക്കും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വിറ്റ് പോകുന്നു. ഇപ്പോൾ സൺഡേ ആണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. സൺഡേ നമുക്ക് പൊതുവേ സെയിലുള്ള ദിവസം എല്ലാവരും ഫ്രീ ആവും, എല്ലാവരും വരും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്ന് എടുക്കുന്ന വീഡിയോ ചിലപ്പം എന്തായാലും ഇതിൽ കുറേ വണ്ടി സെയിലായിട്ടുണ്ടാവും. അപ്പം നമ്മളെ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ സ്റ്റോറി ഇടും, നമ്മൾ വരുന്ന അപ്ഡേറ്റ് കാര്യങ്ങൾ. അതേപോലെ ഏതെങ്കിലും വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് വാട്സപ്പിൽ ഡീറ്റെയിൽ ചോദിച്ചാൽ മതി. ചിലപ്പോൾ ഫോൺ എടുത്തില്ലെങ്കിൽ അതേപോലെ വാട്സപ്പിൽ ചിലപ്പോൾ റിപ്ലൈ തരാൻ ഡിലേ വരികയാണെങ്കിൽ നിങ്ങൾ തിരിച്ച് മെസ്സേജ് അയക്കുക കേട്ടോ. മെസ്സേജ് അയക്കുന്നതുകൊണ്ട് ബിസി ആയിരിക്കും, നല്ല തിരക്കായിരിക്കും. തിരക്കുള്ള സമയത്ത് ചിലപ്പോൾ വാട്സപ്പ് നോക്കില്ല, കോൾ ചിലപ്പം ഫോണ് വെയിറ്റിങ്ങിലുണ്ടാവും, ബിസി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കണ്ടറിഞ്ഞ് നിങ്ങളും മനസ്സിലാക്കുക കാര്യങ്ങൾ. എന്നെ സംബന്ധിച്ചിടത്തോളം 2 സ്ട്രോക്ക് ബൈക്കുകളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു വണ്ടി കൂടിയാണ് ഈ ഒരു സുസുക്കിയുടെ ഷോഗൺ. ഞാൻ ഏകദേശം 2017 തൊട്ട് ഷോഗൺ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വരെ എൻ്റെ അടുത്ത് ഷോഗൺ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വണ്ടികൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് മാറ്റിയാൽ പോലും എനിക്ക് ഷോഗണ് എപ്പോഴും നല്ല കണ്ടീഷനിൽ കിട്ടിയാൽ ഞാൻ എടുക്കും. കാരണം എനിക്ക് ഷോഗണിനോട് അത്രയും താല്പര്യമുണ്ട്. കാരണം അതിൻ്റെ ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. പക്ഷേ RS എടുക്കുന്ന ആളുകൾക്കൊരു പക്ഷേ ഷോഗണുമായിട്ട് ആ ഒരു മാച്ചിങ് വരില്ല എങ്കിൽ പോലും ഷോഗൺ വേറെ ഒരു മൂഡ് വണ്ടി തന്നെയാണ്. പിന്നെ ഇതിലുള്ള വണ്ടികളുടെ റേറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ പറയുന്ന റേറ്റിലായിരിക്കില്ല കൊടുക്കുന്നത്. എന്തായാലും വന്നിട്ട് സംസാരിക്കാനുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റ് റേറ്റിൽ മാന്യമായ രീതിയിൽ തന്നെയാണ് ഇവിടെയുള്ള എല്ലാ വണ്ടികളും സെയിൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓയിലറ്റ്സിലും കാര്യങ്ങളിലൊക്കെ നോക്കിയാൽ മതി, അതിലൊക്കെയുള്ള ഓരോ വണ്ടികളുടെ റേറ്റ്. അപ്പോൾ ആ റേറ്റിലുള്ള വണ്ടികളുടെ കണ്ടീഷൻ നമുക്ക് നേരിട്ട് പോയാലൊക്കെ മനസ്സിലാക്കാൻ പറ്റും കണ്ടീഷൻ എന്താണെന്നുള്ളത്. പക്ഷേ ഇവിടെയുള്ള വണ്ടികൾ പ്രോപ്പറായിട്ട് കണ്ടീഷൻ പറഞ്ഞിട്ട് എന്താണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ അത് അതേപോലെ പറഞ്ഞിട്ടായിരിക്കും നമുക്ക് തരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല റേറ്റിലായിരിക്കും തരുന്നത്. ഒരുപാട് കസ്റ്റമേഴ്സ് റയർ പിസ്റ്റൺ ഗ്യാരേജിനുണ്ട്. ഇവരൊക്കെ തൃപ്തരാണ്. കാരണം ആ രീതിയിലാണ് ഇവരുടെ സെയിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റേറ്റ് പറയാത്തതിന് ആരും വിഷമിക്കരുത്. ഞാൻ ഇവരുടെ 2 പേരുടെ നമ്പർ ഇൻസ്റ്റാഗ്രാം ID അടക്കം ഈ ഒരു വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് മാന്യമായ റേറ്റിൽ തീർച്ചയായിട്ടും ഇവിടെയുള്ള എല്ലാ വണ്ടികളും കിട്ടുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഉള്ളത് ഇന്ന് സത്യത്തിൽ കുറച്ച് കളക്ഷൻസേ ഉള്ളൂ. ഇത് ഈ ഒരു ആഴ്ചയിലെ മാത്രം കളക്ഷനാണ്. അപ്പോൾ ഇവിടെ വണ്ടികൾ വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ഈ കാണുന്ന വണ്ടികളല്ലാതെ ഒരുപാട് വണ്ടികൾ ഇവിടെ വരാറുണ്ട്. അപ്പോൾ എല്ലാ വീക്കിലും വണ്ടികൾ വരുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ, നിങ്ങൾക്ക് താല്പര്യമുള്ള വണ്ടികൾ ഇവരുടെ അടുത്ത് പറഞ്ഞാൽ മതി. പിന്നെ ഇവരുടെ അപ്ഡേഷനും കാര്യങ്ങളും റയർ പിസ്റ്റൺ ഗ്യാരേജ് എന്നുള്ള ഇവരുടെ ഇൻസ്റ്റാഗ്രാം ID അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പോരാത്തതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള വണ്ടികൾ ഇവരോട് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിലുള്ള വണ്ടികൾ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എങ്കിൽ വിളിക്കാതിരിക്കരുത്. തീർച്ചയായിട്ടും ഇവരുടെ നമ്പറിൽ വിളിക്കുക. ഇത് ഈ ഒരു വീക്കിലെ മാത്രം കളക്ഷനാണ്. അപ്പോൾ ഓരോ വീക്കിലും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീക്കിൽ വരികയാണെങ്കിൽ ഒരു പക്ഷേ ഇവിടെ ഇതിൽ കൂടുതൽ വണ്ടികളുണ്ടാകും, അല്ലെങ്കിൽ പുതിയ പുതിയ വെറൈറ്റി വണ്ടികളുണ്ടാകും. അപ്പോൾ 2 സ്ട്രോക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് കൂടുതൽ വണ്ടികൾ സെയിൽ ചെയ്യുന്നത് റയർ പിസ്റ്റൺ ഗ്യാരേജ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വണ്ടികൾ ഇവരെ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾ വാങ്ങിക്കുക. പിന്നെ വീണ്ടും പറയാണ്, റേറ്റ് പറയാത്തത് ഇവിടെ വന്നിട്ട് നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാന്യമായ റേറ്റിൽ ഇവിടുന്ന് വണ്ടികൾ തരുന്നതായിരിക്കും. കാരണം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമുക്ക് എല്ലാവർക്കും അറിയാം, വൈഡാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ കുറേ കമൻറ്റ്സ് ഉണ്ടാകും, ആവശ്യമില്ലാതെ ആവശ്യം ഉണ്ടായിട്ടൊക്കെ ആയിട്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ റേറ്റ് ഒന്നും പറയാത്തത്. നിങ്ങൾക്ക് ഓയിലറ്റ്സിലും മറ്റും കിട്ടുന്നതിലും മാന്യമായ റേറ്റിൽ നല്ല രീതിയിലുള്ള കണ്ടീഷനുള്ള വണ്ടികൾ തീർച്ചയായിട്ടും ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ചില ആളുകൾ റേറ്റിൻ്റെ കാര്യത്തിലൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ആ പറയുന്ന റേറ്റിൽ കൂടുതലാണെന്നൊക്കെ. അപ്പോൾ ഇവിടെയുള്ള എല്ലാ വണ്ടികളും നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഒരു വീക്കിൽ കണ്ട് നെക്സ്റ്റ് വീക്ക് നിങ്ങൾ വരുന്ന സമയത്ത് അതല്ലെങ്കിൽ ഒരു 2 വീക്കിൻ്റെ ഉള്ളിൽ ഇവിടെ വരുന്ന ഓൾമോസ്റ്റ് വണ്ടികളും സെയിലാവുന്നുണ്ട്. അതിൻ്റെ അർത്ഥം മാന്യമായ രീതിയിൽ ഇവർ ഇവിടുന്ന് സെയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഓവർ റേറ്റോ കാര്യങ്ങളാണെങ്കിൽ ഇവിടുത്തെ വണ്ടികളൊന്നും സെയിലാവാൻ പോണില്ല. അപ്പോൾ ഓരോ വണ്ടിയുടെ കണ്ടീഷനും ആ വണ്ടിയുടെ വാല്യൂ അനുസരിച്ചായിരിക്കും ഇവിടെ റേറ്റ് ഇടുന്നത്.
പിന്നെ ഇവിടെയുള്ള എല്ലാ വണ്ടികളും ഇപ്പോൾ ഒരു 6 മാസമായിട്ടൊന്നും ഇവിടെ ഒരു വണ്ടി പോലും നിങ്ങൾ കാണില്ല, ഒരു വണ്ടി പോലും. അപ്പോൾ ആ രീതിയിൽ ഇവർക്ക് അത്രയും സെയിലുണ്ട്. കാരണം അത് നല്ല രീതിയിൽ സെയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സെയിൽ ഇവിടെ ഉണ്ടാവാനായിട്ടുള്ള കാരണം. അപ്പോൾ ഇവിടുന്ന് വണ്ടികൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് 1-2 കാര്യങ്ങളിൽ നിങ്ങൾക്ക് സേഫാണ്. പേപ്പേഴ്സിൻ്റെ കാര്യത്തിൽ ഇവർ 100% ഗ്യാരണ്ടിയാണ്. പിന്നെ ഇവർ പറയുന്ന കണ്ടീഷനിലായിരിക്കും വണ്ടി ഉണ്ടാവുക. ആ ഒരു കണ്ടീഷനിലല്ലാതെ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു ക്യാപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് വാല്യൂസ് കൂടെ ഉള്ള ഈവൻ്റാണ് റയർ പിസ്റ്റൺ ഗ്യാരേജ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ സേഫായിട്ട് തന്നെ എടുക്കുക. കാരണം ഇവരുടെ കസ്റ്റമേഴ്സ്, പിന്നെ ഈ ഒരു കസ്റ്റമേഴ്സ് ത്രൂ തന്നെയാണ് ഇവർക്ക് അധിക കച്ചവടങ്ങളും വരുന്നത്. കാരണം അത്രയും കസ്റ്റമേഴ്സിനോടുള്ള ആ ഒരു കോണ്ടാക്റ്റും ആ ഒരു റിലേഷനൊക്കെ ഇവർ നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കൂടുതൽ ഇവർക്ക് വണ്ടികൾ സെയിൽ ചെയ്യാൻ പറ്റുന്നതും വണ്ടികൾ വാങ്ങിക്കാൻ പറ്റുന്നതൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.